നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവരോട് യേശുവിനെ കുറിച്ച് പറയാനുള്ള ബാധ്യതയുണ്ട് എന്നുകൂടി നിങ്ങൾ ഓർക്കണം. അത് പറയാനുള്ളൊരു ധൈര്യം കിട്ടാനാണ് ഞാനിത് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞാ മതി. ഞാൻ പാറ്റ്നയില് ബീഹാറില് സിസ്റ്റേഴ്സിന് അച്ഛന്മാർക്ക് വേണ്ടി ധ്യാനം നടത്തുമ്പോ ഒരു സിസ്റ്റർ എഴുന്നേറ്റ് എന്ന് ചോദിച്ചു, അച്ഛൻ ഇങ്ങനെ ആവേശത്തോടെ പറയുന്നുണ്ടല്ലോ യേശുവിനെ കുറിച്ച് പറയണമെന്ന്, പറഞ്ഞിട്ട് ഒരു റിസൾട്ട് ഉണ്ടാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? നല്ല ചോദ്യമല്ലേ? ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ യേശുവിനെ കുറിച്ച് പറഞ്ഞു, പക്ഷെ അവർ കേൾക്കുന്നില്ലെങ്കിലോ? ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞ മറുപടി നിങ്ങളോട് പറയുന്നു. പറയാനേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞു കഴിഞ്ഞ് എന്നാ നടക്കുന്നെന്ന് പുറകെ പോയി നോക്കാനൊന്നും പറഞ്ഞിട്ടില്ല. പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാ മതി പെങ്ങളെ, പറഞ്ഞാ മതി. റിസൾട്ടിന്റെ പുറകെ പോകണ്ട. പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാ മതി. എന്താണെന്നറിയോ? ഇത് വിത്താണ്. ഇത് വിത്താണ്. വിത്ത് വിതച്ചാലൊന്നും അത് പെട്ടെന്ന് മുളയ്ക്കണമെന്നൊന്നുമില്ല. വിത്ത് വിതച്ചാൽ ചിലപ്പോ 2 മാസം കൊണ്ട് മുളയ്ക്കും, ചിലപ്പോ 10 ദിവസം കൊണ്ട് മുളയ്ക്കും, ചിലപ്പോ 10 മാസം കൊണ്ട്, ചിലപ്പോ 10 കൊല്ലം കൊണ്ട്. മരുഭൂമിയിലൊക്കെ വീഴുന്ന ചില വിത്തുകള് വർഷങ്ങൾ കഴിഞ്ഞാണ്, ചിലപ്പോ വ്യാഴവട്ടക്കാലം കഴിഞ്ഞാണ് അത് മുളച്ചു വരുന്നത്. ഇത് വിത്താണ്. എന്നെങ്കിലും ഒരിക്കൽ വിതച്ചാൽ അനുകൂലമായൊരു സാഹചര്യം വരുമ്പോൾ അത് മുളപൊട്ടുക തന്നെ ചെയ്യും. അന്ന് പറഞ്ഞ അതേ സുവിശേഷമേ ഇന്നും സഭയ്ക്ക് കേൾക്കാനുള്ളൂ, ഇന്നും സഭയ്ക്ക് പറയാനുള്ളൂ. അത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ചത്തുപോകും. നമ്മൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. 2000 കൊല്ലത്തെ പൈതൃകത്തിന്റെയോ പാരമ്പര്യത്തിന്റെയോ കഥ പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യമില്ല. പരിശുദ്ധ മാർപ്പാപ്പ മുതൽ ഇന്ന് മാമോദീസ മുങ്ങിയ കുഞ്ഞുവരെ ഓരോരുത്തർക്കും ദൈവം ഏൽപ്പിച്ചു കൊടുത്ത ദൗത്യമാണ്. യേശുക്രിസ്തു നേരിട്ട് കൊടുത്ത ദൗത്യം. ഈ ജോലി, ഈ ദൗത്യം, ഈ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. കൃപയുടെ സുവിശേഷം ലോകം മുഴുവൻ അറിയിക്കണം. ഈശോയാണ് രക്ഷകനെന്ന് നീ പോയി പറയണം. അത് നിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ്. നിങ്ങൾക്കിത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ, ഈശോ ഏകരക്ഷകനാണെന്ന് ഏറ്റു പറയാൻ പറ്റുന്നില്ലെങ്കിൽ, അതാണ് ദുരിതം. അതാണ് തിരുസഭയുടെ ദുരിതം. അതാണ് ഒരു വൈദികന്റെ, അതാണ് ഒരു അൽമായന്റെ, അതാണ് ഒരു വിശ്വാസിയുടെ ദുരിതം. ഈ രക്ഷപ്പെട്ടാൽ അത് ഈശോയിലൂടെ മാത്രമായിരിക്കും. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അജഗണത്തിന്റെ മുമ്പിൽ, എനിക്ക് കിട്ടിയിരിക്കുന്ന എന്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഇത് പറയാൻ ഞാൻ എന്തെങ്കിലും മടി കാണിക്കുന്നുണ്ടോ? എന്റെ ഇടവകയിൽ, എന്റെ കൂട്ടായ്മയിൽ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിൽ, ഞാൻ ഇടപെടുന്നവരുടെ ഇടയിൽ ഈശോയെ കുറിച്ച് പറയാൻ, ഈ സുവിശേഷം പറയാൻ മടി കാണുന്നുണ്ട്. പുള്ളിയുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ വചന സംബന്ധമായ ഈശോയെ കുറിച്ചുള്ള എന്തെങ്കിലും എല്ലാ ദിവസവും എന്തെങ്കിലും കാണും. ഈ ലോകത്തിൽ ജീവിക്കുന്ന എന്റെ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇവൻ. പക്ഷേ ഈ സ്റ്റാറ്റസ് ഇടും. തീർച്ചയായിട്ടും ഇവന്റെ സ്റ്റുഡൻസ്, സഹപ്രവർത്തകരൊക്കെ കാണുന്നുണ്ടാകാം. ഒരിക്കലും നോർവിനെ വിളിച്ചിട്ട് ഞാൻ അഭിനന്ദിക്കുകയോ ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഒരു കൂട്ടുകാരനെ പറഞ്ഞ എന്താണെന്നറിയോ? മറ്റു സൈഡിൽ ചില കൂട്ടുകാരുണ്ട്, എനിക്ക് പേര് പറയാൻ ബുദ്ധിമുട്ടാണ്, അവർക്ക് നാണക്കേടാണ് ഈ വചന സംബന്ധമായ കാര്യങ്ങളൊക്കെ വാട്സാപ്പ് വഴി ഷെയർ ചെയ്ത് കൊടുക്കാൻ, അവരുടെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ, മറ്റുള്ളവരോട് പറയാൻ. സുവിശേഷം ഒരു പന്തൽ കെട്ടി പ്രസംഗിക്കല്ല, നമുക്ക് നമ്മുടെ കയ്യിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഈ സുവിശേഷം ഈശോയെ കുറിച്ച് അറിയിക്കാനുള്ളത് മടി കാണിക്കുന്ന കൂട്ടുകാരുണ്ട്. നിങ്ങൾക്കുണ്ടാവും, നിങ്ങൾ ഉണ്ടാവും അതിനകത്ത്. നാണക്കേടാണ്. എന്റെ കൂട്ടുകാർക്ക് അത്ര വിശ്വാസം ഇല്ലാത്തവരാണ്, എന്റെ കൂട്ടുകാർ ഇതിനോട് താല്പര്യം ഇല്ലാത്തവരാണ്. അപ്പൊ എന്നെ അവർ കളിയാക്കും. അവസാനം നിനക്ക് അഭിമാനിക്കാൻ ഒന്നും ബാക്കി ഉണ്ടാവില്ല കേട്ടോ. ഈശോയെ കുറിച്ച് നിനക്ക് പറയാൻ മടി കാണിച്ച കളിയാക്കലുകൾ ഉണ്ടാകും, മാറ്റി നിർത്തൽ ഉണ്ടാകും. പക്ഷെ തമ്പുരാൻ നിന്നെ ചേർത്ത് പിടിക്കും. കാലത്ത് ഒരു സ്നേഹിതൻ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഞാനുമായി പങ്കുവെച്ചു. ആ പോസ്റ്റിൽ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: ഒരാൾ സുവിശേഷം വിശ്വസിക്കുന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ ദൈവസന്നിധിയിൽ ഞങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരികയില്ല. എന്നാൽ ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കാത്തത് നിമിത്തം ഒരാളുടെ ആത്മാവ് നശിച്ചു പോയാൽ ദൈവസന്നിധിയിൽ ഞങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷം പ്രസംഗിക്കുക എന്ന കടമയെക്കുറിച്ച് എന്നെ ഒരിക്കൽ കൂടി ഉണർത്തിയ ഒരു സെന്റൻസ്. സുവിശേഷ പ്രഘോഷണം ഞങ്ങളുടെ കടമയാണ്. ഒരാൾ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരുന്നില്ല. അത് അവരുടെ ഫ്രീഡമാണ്. എന്നാൽ ഞങ്ങൾ പ്രഘോഷിക്കാത്തത് നിമിത്തം ഒരാൾ സുവിശേഷം കേൾക്കാതെ ആ ആത്മാവ് നിത്യനാശത്തിലേക്ക് പോയാൽ ഞങ്ങൾ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഇത് ഓരോ ക്രിസ്ത്യാനിയുടെയും നിയോഗമാണ്. വി ആർ ഡ്യൂട്ടി ബൗണ്ട് ടു പ്രൊക്ലെയിം ദ ഗുഡ് ന്യൂസ് ടു ഓൾ ക്രിയേഷൻസ്. സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത, അത് പ്രഘോഷിക്കപ്പെടേണ്ടതാണ്. അത് പറയണം, ആരോടേലും പറയണം. അതിപ്പോ മൈക്കിലൂടെ പറഞ്ഞില്ലെങ്കിലും ഫോണിലൂടെ ആണെങ്കിലും പറയണം. സുവിശേഷം പ്രീച്ച് ചെയ്യേണ്ടതാണ്. സുവിശേഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. സുവിശേഷത്തിന് വിരുദ്ധമായ ഒരാശയത്തിന്റെ പെരുമ അന്തരീക്ഷം മുഴുവൻ നിറയുന്നൊരു കാലത്ത് സുവിശേഷകന്മാരെ, ക്രിസ്ത്യാനികളെ, സുവിശേഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. സുവിശേഷത്തിന് വിപരീതമായ ആശയങ്ങൾ അന്തരീക്ഷത്തിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ക്രിസ്ത്യാനികളെ, സുവിശേഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആരോടേലും പറയണം, എല്ലായിടത്തും പറയണം, പറഞ്ഞുകൊണ്ടിരിക്കണം. അത് പ്രഘോഷിക്കപ്പെടേണ്ടതാണ്.
പൂട്ടിവെക്കപ്പെടേണ്ടതല്ല. സുവിശേഷം മടക്കി വെക്കപ്പെടേണ്ടതല്ല. ആമാടപ്പെട്ടിയിൽ അടച്ചു സൂക്ഷിക്കേണ്ടതല്ല. സുവിശേഷം പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കേണ്ടതാണ് സുവിശേഷം. കോച്ചിങ് ചെയ്യുന്ന ഒരു മകള് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നു. തിരുവനന്തപുരത്ത് IAS കോച്ചിങ് ആണ്, പാലക്കാടുകാരിയാണ്. അവള് പറഞ്ഞു, അച്ഛാ ഞാൻ ക്രിസ്ത്യാനി അല്ല, പക്ഷെ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ചോദിച്ചു, എവിടുന്ന് കിട്ടി നിനക്ക് യേശുവിനെ? അപ്പൊ അവള് പറഞ്ഞു, ഞാന് ഈ എറണാകുളത്ത് ഒരു നൊവേന പള്ളിയുണ്ട്, ആ നൊവേന പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്നപ്പോ അവിടെ ഒരു അച്ഛൻ കുർബാനക്കടയിൽ ഒരു 5 മിനിറ്റ് വചനം പറഞ്ഞപ്പോ ആ വചനം കേട്ടപ്പോ എനിക്ക് മാനസാന്തരം ഉണ്ടാകും. എത്ര മിനിറ്റ്? 5 മിനിറ്റ്. പിന്നെ ഞാൻ അച്ഛന്റെ പ്രസംഗങ്ങൾ യൂട്യൂബിൽ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പൊ അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ മടിയന്മാരും കള്ളന്മാരും കൊള്ളക്കാരും സുവിശേഷം പറയാൻ മടിച്ചെടുത്ത് ആരെങ്കിലും സുവിശേഷം പറയുന്നു, ആ പള്ളിയിൽ അച്ഛൻ കുർബാനക്കിടയിൽ 5 മിനിറ്റ് പറഞ്ഞാണ് ഈ ചേച്ചിക്ക് മാനസാന്തരം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വ്യക്തിപരമായ ദൈവാനുഭവങ്ങൾ നമുക്ക് എല്ലാ ദിവസവും തന്നെ ഉണ്ടാകുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലും ആത്മീയമായ ശുശ്രൂഷകളിലും അപരനുമായിട്ടുള്ള ജീവിത ബന്ധങ്ങളിലൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ പല പ്രതിസന്ധികളിലും ദൈവാനുഭവത്തിന്റെ കൃത്യമായ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്നുണ്ട്. പക്ഷെ എത്രമാത്രം നമ്മൾ ഇത് പ്രഘോഷിക്കുന്നുണ്ടെന്നുള്ള, നമുക്ക് പറയാൻ കുറെ കാര്യങ്ങളുണ്ട്, നാട്ടുവർത്താനവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സുവിശേഷം വളരാൻ പലപ്പോഴും നമ്മളിലൂടെ കാരണമാകുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. യേശുവിനെ തിരസ്കരിച്ച ഒരു ജനസമൂഹം യേശുവിനെ സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടാൻ ഒരുവന്റെ ജീവിത സാക്ഷ്യത്തിന് കാരണമായി എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക ഇടപെടലുകളെ നിരന്തരം നമ്മൾ പ്രഘോഷിക്കാൻ, പറയാൻ, മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ തയ്യാറായാൽ എത്രയോ ജീവിതങ്ങളിലേക്ക് സുവിശേഷം പങ്കുവെക്കാൻ നമുക്ക് പറ്റും.